എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചാനലുകളിലൊക്കെ ചലച്ചിത്ര നടി ബലാത്സംഗം ചെയ്യപ്പെട്ട ആ സംഭവം ഉണ്ടല്ലോ, അതായത് കൊട്ടേഷൻ കൊടുത്ത്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ ബലാത്സംഗം ചെയ്യിപ്പിച്ച സംഭവം എന്നാണല്ലോ പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു കോടതി വിധി വന്നു. 8.5-9 വർഷത്തെ നിയമ പ്രക്രിയകൾക്കൊടുവിൽ അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഈ കേസിൽ ദിലീപ് എന്ന് പറയുന്ന 8ാം പ്രതി നിരപരാധിയാണ്. ദിലീപ് എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ഒരു കാരണവശാലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടുന്നു. അങ്ങനെ ഒരു 9 വർഷത്തിന് ശേഷം ദിലീപ് എന്ന മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ, കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടൻ പുറത്തു വരികയാണ്. പക്ഷേ ഇപ്പോഴും ഈ വിധി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നു. 8ാം തീയതി, കഴിഞ്ഞ 8ാം തീയതിയാണ് വിധി വന്നത്. ഇന്ന് 16ാം തീയതി, ഒരാഴ്ച കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ ആകെ നിറയുന്നത് ദിലീപിനോടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ. ദിലീപിനെ തൂക്കിലേറ്റുക, ഇതാണ് ഇവരിങ്ങനെ പറയാതെ പറയുന്നത്. തൂക്കിലേറ്റുക എന്ന ആ പ്രയോഗമില്ലെങ്കിലും ഇവരുടെ ഒക്കെ ലക്ഷ്യം അതാണ്. ഈ കേസിൽ നമുക്കൊക്കെ അറിയാം, 6 പ്രതികളെ 20 വർഷത്തെ കഠിന തടവിനാണ് ശിക്ഷിച്ചത്. ഒരു ബലാത്സംഗ കേസിൽ, ഒരു കൂട്ടബലാത്സംഗ കേസിൽ 6 പ്രതികളെ 20 വർഷം വീതം തടവിന് ശിക്ഷിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഈ കോടതി വിധി തെറ്റാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് 6 പ്രതികൾക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ അടുത്ത ദിവസമാണ് ഈ KSRTC ബസ്സിൽ, ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, എങ്കിലും കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടി പറയാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. KSRTC ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടിൽപ്പാലത്തേക്കുള്ള KSRTC ബസ്സിൽ ദിലീപിന്റെ പറക്കും തളിക എന്ന ഒരു ഹിറ്റ് ചിത്രം അത് പ്രദർശിപ്പിക്കുമ്പോഴാണ് ഒരു വീട്ടമ്മ മകനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ഒരു വീട്ടമ്മ, മകനാണത്രേ പറഞ്ഞത്, അമ്മ ആ വഷളന്റെ, അങ്ങനെയാണ് പറഞ്ഞത്, അമ്മ ആ വഷളന്റെ ചിത്രമാണിത് എന്ന് ഈ കുട്ടി പറയുകയാണ് അത്രേ. ഈ കുട്ടിയും അമ്മയും വേടന്റെ ഫാൻസ് ആണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കേട്ടോ. കാരണം ഈ സ്ത്രീയുടെ നേരത്തെയുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തെരയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേടനെ വിശുദ്ധനാക്കുന്ന, വേടൻ ഇപ്പോൾ എത്ര സ്ത്രീകളെ ബലാത്സംഗം ചെയ്താലും അതിലൊന്നും ഒരു പ്രശ്നമില്ല, നമ്മൾ വേടന്റെ കൂടെയാണ്, വേടന്റെ പാർട്ടിനൊപ്പമാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും മകനുമാണ് കേട്ടോ. അപ്പോൾ ആ മകൻ പറയുന്നത് ഈ ദിലീപിന്റെ പറക്കും തളിക എന്ന് പറയുന്ന ആ ഒരു ചിരിപ്പടം, ഒരു തമാശപ്പടമാണ് അത് കേട്ടോ. അത് കണ്ടപ്പോൾ മകൻ പറയുന്നു, അമ്മ അതാ വഷളന്റെ പടം. ഉടൻ തന്നെ ഈ സ്ത്രീ പൊട്ടിത്തെറിക്കുന്നു, എഴുന്നേൽക്കുന്നു, കണ്ടക്ടറോട് പറയുന്നു ദിലീപിന്റെ ആ പടം മാറ്റണം, ദിലീപ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരം പടം ഈ KSRTC ബസ്സിൽ പ്രദർശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നു. ഈ സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേർ സ്ത്രീക്കൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ ചില പുരുഷന്മാർ, അല്ല അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല, ദിലീപ് എന്താണ് ചെയ്ത കുറ്റം, ദിലീപ് നിരപരാധിയല്ലേ, കോടതി നിരപരാധി എന്ന് പറഞ്ഞ ആളല്ലേ, അയാളുടെ ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ എന്താണ് കുറ്റം, നിങ്ങൾക്ക് അങ്ങനെ സൗകര്യമില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോക്കുക, അങ്ങനെ ആ വിവാദം മൂർച്ഛിക്കുന്നു. ഇതിനെ തുടർന്ന് അങ്ങനത്തെ സംഭവത്തെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് സ്ത്രീകൾ, എനിക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സ്ത്രീകൾ, ഏറ്റവും പുതിയ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശൈലജ എന്ന് പറയുന്ന നാടക പ്രവർത്തക കേട്ടോ. ശൈലജ ഒരുപാട് നല്ല നാടകങ്ങൾ ചെയ്ത ഒരു സംവിധായികയൊക്കെയാണ് ശൈലജ. പിന്നെ ജാൻസി ജോസ്, ഒരു എന്താ പറയാ, ഒരു സ്ത്രീ പ്രവർത്തക, അങ്ങനെയുള്ള പിന്നെ ഒരുപാട് ഞാൻ അറിയാത്ത ഒരുപാട് സ്ത്രീകളും ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ദിലീപിനെതിരെയുള്ള ഹാഷ്ടാഗുകൾ, ദിലീപിനെ ബഹിഷ്കരിക്കുക, ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കുക. നിങ്ങൾ ആലോചിക്കണം, ഈ 18ാം തീയതി എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിന് അങ്ങേ നാളെ മറ്റന്നാൾ ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമ പുറത്തിറങ്ങുകയാണ് കേട്ടോ. ഭയം ഭക്തി ബഹുമാനം എന്ന പേരിൽ ബ എന്ന പേരിലുള്ള മോഹൻലാലൊക്കെ അഭിനയിച്ച, മോഹൻലാലും അതിലൊരു ക്യാമിയോ റോളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ പുറത്തു വരികയാണ് കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സിനിമ പുറത്തു വരുമ്പോൾ ഈ സിനിമക്കുള്ളിലുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ, നിർമ്മാണ കമ്പനികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ ഫാൻസുകാർ തമ്മിലുള്ള തർക്കങ്ങളും വിദ്വേഷങ്ങളും, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന ഓരോ സിനിമകളും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു മോബ് തന്നെ മലയാള സിനിമയിലുണ്ട് കേട്ടോ. നമുക്കറിയാം, അതിന്റെ കൂടി ഒരു ഭാഗമാണോ എന്ന് സംശയിക്കുന്നു. ദിലീപിന്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. ദിലീപ് ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ പാടില്ല.
അറിയാലോ എല്ലാവർക്കും. ഈ 8-9 വർഷം മുമ്പ് മലയാള സിനിമയിലെ കത്തിജ്വലിച്ചു നിന്ന ഒരു താരമായിരുന്നു, നിർമ്മാതാവായിരുന്നു, വിതരണ കമ്പനി ഉടമയായിരുന്നു. എല്ലാം കൊണ്ടും മലയാള സിനിമയിലെ ഏറ്റവും മുകളിലായിരുന്നു ദിലീപിന്റെ സ്ഥാനം കേട്ടോ. അവിടെ നിന്നാണ് ദിലീപ് നേരെ താഴോട്ട്. ദിലീപിനെതിരെ ഈ ഒരു വ്യാജ പരാതി എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം ദിലീപ് ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് വിചാരിച്ച് ഞാൻ അവളോടൊപ്പം അല്ല എന്നും നിങ്ങൾ കരുതണ്ട. അവളോടൊപ്പം ഇവിടെ പീഡിപ്പിക്കപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും ഒപ്പം തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ടത്. ഈ അതിജീവിതക്കൊപ്പവും ഞാൻ നിൽക്കുന്നു. അതിന് ആ അതിജീവിതയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ, ആ സിനിമാ നടിയെ കൂട്ടബലാത്സംഗം ചെയ്ത പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പേരെ കോടതി എന്ത് ചെയ്തിരിക്കുന്നു? 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതോടെ ആ കേസിന് എല്ലാവിധ എന്താ പറയാ ഫലവും ഉണ്ടായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷെ നിങ്ങളിൽ ചിലർ കരുതുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ ചില ഫെമിനാച്ചികൾ, അങ്ങനെയാണ് ഫെമിനിസ്റ്റുകളെ നമ്മുടെ രാഹുൽ ഈശ്വറാണ് ഫെമിനാച്ചികൾ എന്നൊരു പേരിട്ടത്. വളരെ നല്ല പേരാണ്. ഇത്തരം ഫെമിനാച്ചികൾ കരുതുന്നത് പോലെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ദിലീപിനെതിരെ എന്നല്ല അർത്ഥം കേട്ടോ. കാരണം ഈ കേസിൽ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. എന്നിട്ടും ഇപ്പോൾ വീണ്ടും ദിലീപിന്റെ സിനിമകൾ ഈ ജാൻസി ജോസൊക്കെ ഞാൻ അറിയുന്ന എന്താ പറയാ, ജാൻസി ജോസൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ സ്ത്രീ വിമോചക അല്ലെങ്കിൽ സ്ത്രീ പ്രവർത്തക, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പുരുഷ വിദ്വേഷി എന്നാണോ? അതായത് ഈ ബസ്സില് ഇവരുടെ ലക്ഷ്മി ആർ ശേഖർ എന്നിട്ടാണ് ഈ പെണ്ണുകളുടെ പേര്. അതായത് സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് ബസ്സിനുള്ളിൽ മുറവിളി കൂട്ടിയ ഈ സ്ത്രീ കേട്ടോ. എന്നിട്ട് ജാൻസി ജോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് KSRTC ബസ്സിൽ മാത്രമല്ല വീട്ടിലും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയും. നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിലും ആരും ദിലീപിന്റെ സിനിമ കാണരുത്. എന്താണ് ചെയ്യുക? കോടതി ഒരു പക്ഷേ ദിലീപിനെ ഈ കേസിൽ ശിക്ഷിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട്. കാരണം കോടതി ശിക്ഷിച്ച ഒരു പ്രതിയാണ്. ഇനി കോടതി ശിക്ഷിച്ചാൽ തന്നെയും സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. വിവിധ അന്താരാഷ്ട്ര മേളകളിലൊക്കെ നിരവധി കേസുകളിൽ പ്രതിയായ, ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന കേസുകളിലൊക്കെ പ്രതിയായ, ശിക്ഷ വിധിച്ച ഒരുപാട് പേരുടെ മികച്ച ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വേറിട്ട് കാണേണ്ടതാണ്. അതായത് ഒരാൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നുള്ളതുകൊണ്ട് അയാളുടെ ഒരു കലാസൃഷ്ടി നമ്മൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് അങ്ങനെ തീരുമാനിക്കാം. പക്ഷെ ദിലീപിന്റെ കാര്യത്തിൽ ദിലീപ് കുറ്റവാളി അല്ല, ദിലീപ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ഒരു വലിയ വിഭാഗം ആൾക്കാർ, സ്ത്രീപക്ഷപാതികൾ എന്ന് പറയുന്ന പുരുഷ വിദ്വേഷികൾ, സ്ത്രീ പക്ഷപാതികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് അനുഭാവം പുലർത്തുന്നവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുരുഷ വിദ്വേഷികൾ എന്നല്ല ആവരുത്. ഇവിടെ സ്ത്രീക്കും നീതി വേണം, പുരുഷനും നീതി വേണം. രാഹുൽ ഈശ്വർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വനിതാ കമ്മീഷൻ പോലെ മെൻസ് കമ്മീഷൻ വേണം. വനിതാ കമ്മീഷനെ കൊണ്ട് എന്ത് കാര്യം എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് മെൻസ് കമ്മീഷൻ വന്നാലും പ്രത്യേകിച്ചൊരു ഗുണമൊന്നും വരാനില്ല. എങ്കിലും ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു പുരുഷ കമ്മീഷനും വേണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പൊ ജാൻസി ജോസ് പറയുന്നത് എന്താണ്? ദിലീപിന്റെ സിനിമ ആരും കാണരുത്, വീട്ടിനുള്ളിലും കാണരുത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതില് ശൈലജയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കണേ. ശൈലജ എന്ന് പറയുന്ന നാടക പ്രവർത്തക, ആക്ടിവിസ്റ്റ്, സ്ത്രീ പക്ഷ പ്രവർത്തകയൊക്കെ ആയ ശൈലജ ഫേസ്ബുക്കിൽ എഴുതി എന്താണെന്നറിയോ? KSRTC മന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അതിന്റെ അടുത്ത് KSRTC മന്ത്രി ഗണേഷ് കുമാർ വന്ന് പറഞ്ഞിട്ടോ, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കില്ല കൂട്ടരെ എന്ന് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറയുകയാണെങ്കിൽ KSRTC ബസ്സിലെ എന്ത് സിനിമ കയറുന്ന ഓരോ യാത്രക്കാരികളുടെയും ഇഷ്ടം അനുസരിച്ചൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല ദിലീപിനെ എതിരെ അങ്ങനെ ഒരു കുറ്റമൊന്നുമില്ല. ദിലീപിനെ സാമൂഹ്യപരമായി ആരും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് പരിപാടിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. ഏതായാലും ശൈലജ പറയുന്നത് KSRTC മന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്ത്രീയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ ആളിന്റെ സിനിമ കാണില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അവരെ കാണിച്ചേ അടങ്ങൂ എന്ന് വെറുതെ വാശി പിടിക്കരുത്. KSRTC കണ്ടക്ടർമാരോട് പറയണം ഇമാതിരി പരിപാടി സർക്കാരിന്റെ ചെലവിൽ വേണ്ടെന്ന്. ലക്ഷ്മി ആർ ശേഖർ എന്ന വ്യക്തിത്വവും നിലപാടുമുള്ള സ്ത്രീയുടെ ഇടപെടലിൽ KSRTC ബസ്സിലെ വ്യക്തിത്വവും നിലപാടുമുള്ള സ്ത്രീയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ വേടന്റെ 3 സ്ത്രീ പീഡന കേസുകളിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ് EMIയുടെ നിലപാട് എന്നാണ് ശൈലജ പറയുന്നത്. ശരി, ആയിക്കോട്ടെ. ലക്ഷ്മി ആർ ശേഖർ എന്ന വ്യക്തിത്വവും നിലപാടുമുള്ള സ്ത്രീയുടെ ഇടപെടലിൽ KSRTC ബസ്സിലെ സിനിമാ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നത് വലിയൊരു സന്ദേശവും താക്കീതുമാണ്. സിനിമ കാണാതിരുന്ന അമ്മയോട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് ഈ സിനിമ കോടതി വെറുതെ വിട്ട 8ാം നമ്പറുകാരൻ്റെതാണ് എന്ന് പറഞ്ഞത്. 13 വയസ്സുള്ള പ്രിയപ്പെട്ട മകന് സെല്യൂട്ട്. ആ 13 വയസ്സുള്ള വേടന്റെ ഫാൻ
ഫാനായ ഈ മകന് ശൈലജ സല്യൂട്ട് അടിക്കുകയാണ് കേട്ടോ. നടക്കട്ടെ. 13 വയസ്സുള്ള പ്രിയപ്പെട്ട മകന് സല്യൂട്ട്. കുട്ടികൾ രാഷ്ട്രീയവും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളും വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് മുതിർന്നവർ ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് വേടനെ എന്ത് ചെയ്യാം? വേടന് പിന്തുണ നൽകാം. വേടൻ പീഡിപ്പിച്ച നിരവധിയായ പെൺകുട്ടികളെ നിങ്ങൾക്ക് മറക്കാം. പകരം നിങ്ങൾക്ക് കോടതി വെറുതെ വിട്ട, കോടതി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിച്ച ദിലീപിനെ നിങ്ങൾക്ക് എവിടുന്നോ കിട്ടിയ, അതായത് നമ്മുടെ ചാനലുകൾ ദിവസങ്ങളോളം നിങ്ങൾക്ക് നൽകിയ കള്ളക്കഥകൾ, കെട്ടിച്ചമച്ച കഥകൾ, ചാനലുകൾക്ക് ഈ ബാർക്ക് റേറ്റിംഗിലൊക്കെ അവർക്ക് 1ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ കള്ളക്കഥകൾ. അതല്ലാതെ നിങ്ങൾ 8.5 വർഷം കോടതിയിൽ ഈ അടച്ചിട്ട മുറിയിൽ വിചാരണ നടക്കുമ്പോൾ നിങ്ങളാരും ആ വിചാരണ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ, ഈ ശൈലജ ഉൾപ്പെടെ അല്ലെങ്കിൽ ജാൻസി ജോസ് ഉൾപ്പെടെ ഇത്തരം സ്ത്രീപക്ഷ പ്രവർത്തകർക്കൊക്കെ കിട്ടിയ അറിവ് എവിടെ നിന്നാണ്? ഈ ചാനലുകൾ അല്ലെ, ഈ ചാനലുകൾ മുഴുവൻ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന വിചാരണകൾ, ഇതിൽ നിന്നൊക്കെ ഇവർ കൊണ്ടുവരുന്ന ഒരുപാട് വ്യാജ തെളിവുകൾ, വ്യാജ ആരോപണങ്ങൾ, കെട്ടുകഥകൾ, ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ, ഈ TV കാണുന്ന ജനങ്ങൾ വലിയ പങ്ക് വിശ്വസിക്കുകയാണ്. ഇങ്ങനെയാണ് നടന്നതെന്ന് ഇവർ വിചാരിക്കുകയാണ്. ദിലീപിനെതിരെ ഇല്ലാത്ത തെളിവുകൾ. അപ്പൊ ഇതൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നിട്ട് കോടതിയിലെ ഈ ജഡ്ജ്, ഇതുവരെ വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഈ ജഡ്ജ്, ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി 8.5-9 വർഷത്തെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ കേട്ട ശേഷം അവര് 1714 പേജുള്ള അവരുടെ വിധി പ്രസ്താവം, ആ വിധി പ്രസ്താവം ആർക്കും വേണ്ട. ഞാൻ ചിരിച്ചു പോയതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം 2 ചാനൽ എന്താ പറയാ അവതാരകര്, ഒന്നും നമ്മുടെ മാതൃഭൂമിയിലെ മാധു, പിന്നെ 24-ലെ ഹാഷ്മി, ഇവർ രണ്ടുപേരും പറയുന്നത് എന്താ അറിയോ? വിധിന്യായം ഒന്നും നമുക്ക് നോക്കണ്ട, കോടതിയുടെ വിധിന്യായം ഒന്നും നോക്കണ്ട. പക്ഷെ ദിലീപ് പ്രതിയാണ്, ദിലീപ് കുറ്റക്കാരനാണ്. ആ ഹാഷ്മിയുമായുള്ള ചർച്ചക്ക് സജി നന്ദിയായിട്ട് വന്നത് ഈ 1714 പേജുകളുടെയും PDF പ്രിന്റ് എടുത്തിട്ട് അത് 5-6 വാള്യങ്ങളാക്കിയിട്ടാണ് സജി നന്ദിയായിട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് സജി നന്ദിയായിട്ട് ഇതിങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് ഹാഷ്മിയുടെ മുന്നിൽ. ഇതാണ് കോടതി വിധി. ഈ കോടതി വിധി ദിലീപിനെതിരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ദിലീപിനെതിരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കെട്ടിച്ചമച്ചതാണ് എന്നാണ് കോടതി പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഹാഷ്മി പറയാണ് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ അവതാരകരൊന്നും ഈ കോടതി വിധി വായിച്ചിട്ടില്ലാന്നേ. അപ്പൊ കോടതി വിധി വായിച്ച് ഇതിനെ പറ്റിയിട്ട് പഠിച്ച, ഇതിന്റെ സത്യാന്വേഷണം അല്ലെങ്കിൽ ഇതിന്റെ വാസ്തവസ്ഥിതി മനസ്സിലാക്കിയ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ശ്രീജിത്ത് പെരുമനയെ പോലെ, ശ്രീജിത്ത് പണിക്കരെ പോലെ ഇങ്ങനെയുള്ള ആൾക്കാർ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടക്കാണ് ഈ ഒരു കേസിന്റെ ഒരു മെറിറ്റ് നോക്കാതെ, ഈ വിധി പ്രസ്താവം വായിക്കാതെ, എന്താണ് ജഡ്ജി പറഞ്ഞതെന്ന് കേൾക്കാതെ, എന്താണ് അടച്ചിട്ട മുറിയിൽ സംഭവിച്ചതെന്ന് അറിയാതെ കുറെ പോലീസുകാർ നൽകിയ കള്ളപ്പരാതികള്, ചാനൽ മുറികളില് എന്താ പറയാ അവിടെ നടന്ന ചർച്ചകള്, അവിടെ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവര് ദിലീപിനെതിരെ പ്രചരിപ്പിച്ച കള്ളക്കഥകള്, ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആണ് ഈ പറയുന്ന ലക്ഷ്മി എന്താണ് പറയാ ലക്ഷ്മി ശേഖറിന്റെ 13 വയസ്സായ ഈ ആൺകുട്ടിയും വിധി കൽപ്പിച്ചത് ദിലീപിന്റെ സിനിമ KSRTC ബസ്സിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതിനാണ് ശൈലജയുടെ കൂടെയുള്ള ഒരുപാട് സ്ത്രീ വിമോചക പ്രവർത്തകരും അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളും ആക്രോശിക്കുന്നത്. അവരുടെ ബാക്കി ഭാഗമാണ്. സിനിമയുടെ പ്രദർശനം നിർത്തണം എന്ന ശ്രീലക്ഷ്മിയുടെ ആവശ്യത്തിനൊപ്പം ബസ്സിലെ 2 പുരുഷന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ഒപ്പം ചേർന്നു എന്നത് വലിയ സന്തോഷം തരുന്ന കാര്യം. അതോടെ ആ സിനിമ കണ്ടക്ടർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ശക്തമായി സിനിമാ നടന് വേണ്ടി വാദിച്ച 2 പുരുഷന്മാർക്ക് നല്ല നമസ്കാരം പരിഹസിക്കുകയാണ്. അതായത് ഈ ദിലീപിന് വേണ്ടി വാദിച്ചവർക്ക് നല്ല നമസ്കാരം എന്ന് പറയാനായിട്ട്, എന്ന് പറഞ്ഞാൽ ദിലീപിന് വേണ്ടി നമുക്ക് വാദിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ദിലീപിന്റെ ഈ ഒരു പ്രശ്നം സംബന്ധിച്ച് 8-9 വീഡിയോ ചെയ്തിട്ടോ. ആ വീഡിയോയിലൊക്കെ താഴെ ഒരുപാട് പേര് പറയുന്നു ദിലീപിന് അനുകൂലമായി ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവരൊക്കെ ഉണ്ടാക്കിയ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയത് ഈ പറയുന്ന ചാനലുകളിൽ നിന്ന് കിട്ടിയ തെറ്റായ വിവരങ്ങളാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ബോധ്യങ്ങളിൽ നിന്ന്, എനിക്ക് കിട്ടിയ അറിവുകളിൽ നിന്ന്, ഈ പറയുന്ന വിധി ന്യായത്തിന്റെ പകർപ്പുകൾ വായിച്ചതിൽ നിന്ന്, അതിൽ നിന്നൊക്കെ കിട്ടിയുള്ള തെളിവുകളുടെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കിട്ടിയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അതല്ലാതെ നികേഷ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ പറയുന്ന ചാനൽ ജഡ്ജിമാരൊന്നും പറഞ്ഞത് കേട്ടിട്ടല്ല. എനിക്ക് വിശ്വാസം മാണിയം വർഗീസിനെയാണ്, എനിക്ക് വിശ്വാസം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയാണ്. അതല്ലാതെ ഈ കഥകൾ മെനയുന്ന കള്ളക്കൂട്ടങ്ങളെ അല്ല കേട്ടോ, ഈ കാളികൂളി സംഘത്തെ അല്ല എനിക്ക് വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ശൈലജ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതിന്റെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്.
ആ കമന്റ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമായും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ അടുത്ത് ഭാഗ്യലക്ഷ്മി, അതും കൂടി പറഞ്ഞേക്കട്ടെ. ഭാഗ്യലക്ഷ്മി ഇത് ഈ ഏതാണ്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്നിട്ട് ഭാഗ്യലക്ഷ്മി പറയുന്നത് ദിലീപ് മാത്രമല്ല, ദിലീപിന്റെ ഈ സിനിമ പുതിയ സിനിമയുടെ എന്താ പറയാ പോസ്റ്റർ പ്രകാശനം ചെയ്തത് മോഹൻലാലാണ്. ഭാഗ്യലക്ഷ്മിയുടെ ന്യായീകരണമാണ്. അതായത് വെറുതെ വിട്ട ഭാഗ്യലക്ഷ്മി പറയുന്നത് ദിലീപിനെ വെറുതെ വിട്ടാലും ഞാൻ സമ്മതിക്കില്ല, ദിലീപ് 1ാം നമ്പർ കുറ്റവാളിയാണെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഭാഗ്യലക്ഷ്മി പറഞ്ഞോട്ടെ, അത് ഭാഗ്യലക്ഷ്മിയുടെ സ്വാതന്ത്ര്യം, അവർ പറയട്ടെ. പക്ഷെ അവരിതില് മോഹൻലാലിനെ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ ദിലീപിന്റെ സിനിമയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തത് മോഹൻലാലാണ്. ഏത് സിനിമയുടെ? ഞാൻ നേരത്തെ പറഞ്ഞ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ഈ പുതിയ സിനിമയുടെ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തത് മോഹൻലാലാണ്. അതുകൊണ്ട് മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. മോഹൻലാലും അപ്പൊ ആരായി? സ്ത്രീ വിരുദ്ധനായി. ഭാഗ്യലക്ഷ്മി മോഹൻലാലിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞില്ല. അത് നല്ല കാര്യം കേട്ടോ, അതൊരു വലിയ കാര്യം. ഞാൻ വിചാരിച്ചത് ഭാഗ്യലക്ഷ്മി ഇനി മോഹൻലാലിന്റെ സിനിമയെ നിങ്ങൾ കാണരുത്, അല്ലെങ്കിൽ ഈ ശ്രീലക്ഷ്മി ആർ ശേഖർ എന്ന് പറയുന്ന വീട്ടമ്മ പറയാണ് ഈ ഇങ്ങനെ, ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അതായത് ദിലീപിന്റെ ഈ പുതിയ സിനിമയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തത് മോഹൻലാലാണെന്ന് കേട്ടാൽ അവർ പറയും മോഹൻലാലിന്റെ സിനിമയും കാണരുത്. അപ്പൊ ദിലീപിന്റെ സിനിമ കാണരുത്, മോഹൻലാലിന്റെ സിനിമ കാണരുത്. ആ സന്ദർഭത്തിലാണ് അനിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരാള് ഇതിനൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: യോധ, കിലുക്കം, താളവട്ടം, ഫ്രണ്ട്സ്, പിൻഗാമി. സിനിമകളുടെ പേര് ഓർമ്മിക്കണേ. യോധ മിക്കവാറും നിങ്ങളൊക്കെ കണ്ട സിനിമകളായിരിക്കും. യോധ, കിലുക്കം, താളവട്ടം, ഫ്രണ്ട്സ്, പിൻഗാമി. ഇതൊക്കെ നിരോധിക്കുന്നത് ഓർക്കാൻ വയ്യ. ഈ സിനിമകളിൽ മോഹൻലാൽ ഉണ്ട് എന്നുള്ളതല്ല കേട്ടോ. ഈ സിനിമകളിൽ വേറൊരു നടനുണ്ട്. വേറെ നിങ്ങൾ പലരും മറന്നു തുടങ്ങിയ, പക്ഷെ നിങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപക്ഷെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മറന്നു പോയാൽ പോലും നിങ്ങൾക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു മഹാനടനുണ്ട് കേട്ടോ ഈ സിനിമയിലൊക്കെ. അതാരാണെന്നറിയോ? ആരാണ്? പറയാം. ഇതൊക്കെ നിരോധിക്കുന്നത് ഓർക്കാൻ വയ്യ. കാരണം ഇതിലൊക്കെ തകർത്തു വാരിയത്, ഈ സിനിമകളിലൊക്കെ ആ നായകന്മാരെക്കാൾ ഇതിലൊക്കെ ഇപ്പൊ യോധയില് മോഹൻലാലായിരുന്നു നായകൻ, കിലുക്കത്തില് മോഹൻലാലാണ്, താളവട്ടത്തിലും മോഹൻലാലാണ്, ഫ്രണ്ട്സില് വേറെ കുറെ സുരേഷ് ഗോപി ജയറാമൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലെ. പിൻഗാമിയിലും മോഹൻലാലും തിലകനൊക്കെ ഉണ്ടായിരുന്നു, ഗംഭീരപടായിരുന്നു പിൻഗാമി. അപ്പൊ മോഹൻലാലിന്റെ കൂടെ ഈ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ താരം ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണും അയാൾ ആരാണെന്ന്. എന്നിട്ട് പറയാണ് ഇതിലൊക്കെ തകർത്ത് വാരിയത് വിതുര പീഡന കേസിൽ കോടതി വെറുതെ വിട്ട നടനാണ്. വിതുര പെൺവാണിഭ കേസ് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല. കേരളത്തില് ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയ ഒരു സ്ത്രീ പീഡന കേസാണ് വിതുര പെൺവാണിഭ കേസ്. ആ വിതുര പെൺവാണിഭ കേസിൽ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാനായ ഹാസ്യനടൻ എന്നൊന്നല്ല പറയേണ്ടത്, മലയാളത്തിന്റെ അഭിനയത്തിന്റെ ഒരുപക്ഷെ മലയാളത്തിലെ കാലത്തെയും അഭിനേതാക്കളുടെ ഒരു ഗ്രാഫ് എടുത്താൽ ജഗതി ശ്രീകുമാറിന്റെ ഗ്രാഫ് ഏറ്റവും മുകളിൽ തന്നെയായിരിക്കും. ആ രീതിയിൽ മലയാളികളെ ചിരിപ്പിക്കുക മാത്രമല്ല, മലയാളികളെ ചിന്തിപ്പിക്കുകയും മലയാളികളെ ഒരു ആസ്വാദനത്തിന്റെ കൊടുമുടികളിലേക്ക് ഉയർത്തുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള മഹാനടനായിരുന്നു ജഗതി ശ്രീകുമാർ. ആ ജഗതി ശ്രീകുമാർ പ്രതിയായ കേസാണ് വിതുര കേസ്. അപ്പോ വിതുര കേസില് പ്രതിയായ ജഗതി ശ്രീകുമാറിന്റെ സിനിമകളും നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടതല്ലേ എന്നാണ് ഈ ഫേസ്ബുക്കിലെ ഈ കമന്റിൽ ഇദ്ദേഹം ചോദിച്ചത്. വളരെ ശരിയല്ലേ? അപ്പൊ എനിക്ക് ജാൻസി ജോസിനോടും ഈ പറയുന്ന വീട്ടമ്മയായ ശ്രീലക്ഷ്മി ശേഖറിനോടും ശൈലജയോടും അങ്ങനെ പേരറിയാത്ത നിരവധിയായ ഈ ഫെമിനിസ്റ്റുകളോടും ഒക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ, അതായത് ഒരു കുറ്റവും ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ, നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ ദിലീപിന്റെ സിനിമ പോസ്റ്റർ റിലീസ് ചെയ്ത മോഹൻലാലിന്റെ സിനിമകളും ബഹിഷ്കരിക്കുകയാണെങ്കിൽ, വിതുര പെൺവാണിഭ കേസ് ഇതിനേക്കാൾ, ഇതിപ്പം ദിലീപിനെ കുറ്റപ്പെടുത്തുന്നവർ പോലും പറയുന്നത് ദിലീപ് ഈ പെൺകുട്ടി, അതായത് ഈ സിനിമാ നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്, അതായത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ടക്ക് കൊട്ടേഷൻ കൊടുത്തു എന്നാണല്ലോ ഇവർ പറയുന്നത്. അതാണല്ലോ ദിലീപ് ചെയ്ത കുറ്റമായി ഇവർ പറയുന്നത്. പക്ഷേ ജഗതി ശ്രീകുമാർ ചെയ്തതായി ഈ പെൺകുട്ടി തന്നെ, അതായത് ഈ സിനിമാ നടി, നേരത്തെയുള്ള നമ്മുടെ ഈ സിനിമാ നടി ഒരിക്കലും പറയുന്നില്ല
ഈ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് എന്ന് പറയുന്നില്ല. ഇത് ആരുടെയോ കൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതല്ലാതെ ദിലീപിന്റെ പേരല്ല ഇവർ പറയുന്നത്. ദിലീപിന്റെ പേരല്ല ഇവർ പറയുന്നത്. പക്ഷെ ഈ പെൺകുട്ടി വിതുര കേസിലെ ആ പാവപ്പെട്ട ദുർബലയായ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാത്ത ആ പെൺകുട്ടി പറയുന്നത് തന്നെ പീഡിപ്പിച്ച നിരവധിയായ ആളുകൾക്കിടയിൽ തനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു ജഗദീഷ് ശ്രീകുമാർ. ആ ജഗദീഷ് ശ്രീകുമാറാണ് തന്നെ പീഡിപ്പിച്ചത്. ഏത് രീതിയിലാണ് പീഡിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ സിനിമ ബഹിഷ്കരിക്കുകയാണെങ്കിൽ, ദിലീപിന്റെ സിനിമ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമകളും ബഹിഷ്കരിക്കണം. ഒരുപക്ഷെ അന്ന് ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു വേദി പങ്കിടില്ല എന്ന് അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒരു ഓണപരിപാടി കേട്ടോ, എന്തൊരു ഓണപ്പുടവ കൊടുക്കുന്ന എന്തോ ഒരു പരിപാടിക്ക് VS പങ്കെടുത്തില്ല. VS പങ്കെടുക്കാത്തതിന് കാരണം ആ പരിപാടിയിൽ ജഗദീഷ് ശ്രീകുമാർ ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ VSന് കൃത്യമായ സ്ത്രീപക്ഷ നിലപാടുണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകളുടെ പോലെ ഒരു വൺ സൈഡഡ് അല്ലെങ്കിൽ ഒരു പക്ഷത്തേക്ക് മാത്രം ചായുന്ന ഒരു നിലപാടായിരുന്നില്ല VSന്റേത് കേട്ടോ. VS എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നിലനിന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഭാഗ്യലക്ഷ്മി പോലുള്ള അല്ലെങ്കിൽ ശൈലജ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഈ ഫെമിനിസ്റ്റുകളൊക്കെ നിലനിൽക്കുന്നത് ഏറ്റവും അധികം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള മലയാള സിനിമയിലെ പ്രമുഖ നടിക്കൊപ്പം മാത്രമാണ്. അതല്ലാതെ പി.ടി. കുഞ്ഞുമുഹമ്മദ് പീഡിപ്പിച്ച ഒരു നവാഗത സംവിധായകർക്കൊപ്പം പോലും ഇവരില്ല. അതല്ലാത്ത നിരവധിയായ സ്ത്രീകൾക്കൊപ്പം ഒന്നുമില്ല. ഇവരുള്ളത് ഈ ഒരു പെൺകുട്ടിക്കൊപ്പം മാത്രമാണ്. അപ്പൊ ഇവിടെ ജഗദീഷ് ശ്രീകുമാറിന്റെ ആ കഥയിലേക്ക് പലരും മറന്നുപോയ സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ ഒന്ന് നമുക്ക് ഓർമ്മിക്കാം എന്ന് തോന്നുന്നു. ഈ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൽ എത്ര പേർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേരുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ വളരെ വളരെ ഭദ്രമായി സൂക്ഷിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് അന്യായങ്ങൾ എന്നാണ്. അന്യായങ്ങൾ എന്ന് പേരുള്ള ഏതാണ്ട് 308 പേജുള്ള അന്യായങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഇത് എഴുതിയത് ഗീത ടീച്ചറാണ്. ഗീത ടീച്ചർ എഴുതിയ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ അറിയോ? സൂര്യനെല്ലിയിൽ നിന്ന് തുടങ്ങി വിതുരയും കോഴിക്കോടും കോതമംഗലവും പന്തളവും മട്ടാഞ്ചേരിയും കടന്ന് കിളിരൂർ പൂവരണി കടന്നു പോകുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? താത്രിക്കുട്ടിയെ അച്ഛനും മറ്റു ബന്ധുക്കളും ലൈംഗികമായി ഉപയോഗിച്ച വസ്തുത പുറത്തു വന്ന 1905 വളരെയേറെ തിരുത്തൽ സംവിധാനങ്ങൾ 90കളിൽ കേരളത്തിൽ നിലവിലുണ്ട്. എങ്കിൽ പോലും ദീർഘകാല വിചാരണക്കൊടുവിൽ ഒരു പ്രതി പോലും ഈ തെരുവിലൂടെ കയ്യാമം വെച്ച് നടത്തപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഇന്നോളം നടന്ന സ്ത്രീ പീഡനങ്ങളുടെ കഥകളല്ല, നേർ സാക്ഷ്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് കേട്ടോ. അതായത് ഏതൊക്കെയാണെന്നറിയോ? സൂര്യനെല്ലി കേസ്, സൂര്യനെല്ലി ഒരു പക്ഷെ നിങ്ങളൊന്നും മറന്നിരിക്കല്ലേ അല്ലേ? സൂര്യനെല്ലി കേസ്, പിന്നെ പന്തളം കേസ്, ഐസ്ക്രീം പാർലർ കേസ്, വിതുര കേസ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിതുര കേസ്, കവിയൂർ കിളിരൂർ കേസ്, കൊട്ടിയം കേസ്, പറവൂർ കേസ്, അമ്പലപ്പുഴ കേസ്, പൂവരണി കേസ് തുടങ്ങി ഒരു 15ഓളം കേസുകളുടെ തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള യഥാർത്ഥ സംഭവങ്ങൾ, ആ സംഭവങ്ങളിലൊക്കെ ഇരകളായ പെൺകുട്ടികളുമായി ഗീത ടീച്ചർ നടത്തിയ സംഭാഷണങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ മലയാളത്തിൽ ഇതുപോലുള്ള ഒരു പുസ്തകം വേറെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇതില് ജഗദീഷ് ശ്രീകുമാറിനെ കുറിച്ച് ഞാനിപ്പോ ജഗദീഷ് ശ്രീകുമാറിനെ പ്രതികൂട്ടിലാക്കുകയല്ല എന്റെ ലക്ഷ്യം കേട്ടോ. കാരണം ജഗദീഷ് ശ്രീകുമാറിന്റെ പേര് ഈ ഒരു ദുർബലയായ ഒരു പെൺകുട്ടി സത്യസന്ധതയോടെ എന്നെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു എന്ന് വിളിച്ചു പറയുന്ന ജഗദീഷ് ശ്രീകുമാറിനോട് പോലും നമ്മളൊരു സോഫ്റ്റ് കോർണർ കാണിച്ചു കേട്ടോ. ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമകൾ ബഹിഷ്കരിക്കാനൊന്നും ആരും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമകൾ കാണരുത്, ഹേറ്റ് ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒന്നും ഉള്ളതായി കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഒരു ചെറിയ കാലത്തേക്ക് മാത്രമുള്ളതാവണമെന്നില്ലല്ലോ. അത് ഇപ്പോഴും ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമകൾ നമ്മുടെ ചാനലുകളിൽ വരുന്നു, തിയേറ്ററുകളിൽ വരുന്നു, നമ്മളൊക്കെ കാണുന്നു, ആസ്വദിക്കുന്നു, കൈയടിക്കുന്നു അല്ലേ. പക്ഷേ ആ ഒരു നീതി പോലും കോടതി വെറുതെ വിടുന്ന ദിലീപിന് കിട്ടുന്നില്ല എന്നത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇതിൽ യഥാർത്ഥ കുറ്റവാളി എന്ന് ഞാൻ പറയുന്നത് കോടതികളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പുസ്തകത്തിൽ ഈ പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കണം എന്നാണ് നമ്മളുടെ നീതിപീഠം നമ്മളോട് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നമ്മുടെ സിനിമാ നടി അല്ലെങ്കിൽ ഈ അതിജീവിത ഇതുവരെ എന്താ പറയാ, ഈ കൊട്ടേഷൻ നൽകിയത് ദിലീപ് തന്നെയാണ് എന്നല്ല അവർ പറയുന്നത്. ഈ കൊട്ടേഷൻ
നൽകിയത് ആരോ ആണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇതില് ആ ഭാഗം, ഏത് ഭാഗം, വിതുര കേസ്, ഈ പുസ്തകത്തിന്റെ 58 പേജിലാണ് വിതുര കേസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. വിതുര കേസ് മറന്നുപോയ ചിലരുടെ ഓർമ്മയിലേക്ക് എന്താണത് എന്നുള്ളത് 4-5 വരി ഇതിന്റെ തുടക്കത്തിൽ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. സൂര്യനെല്ലി ചൂടുപിടിച്ച ചർച്ചയിൽ തുടരവേ താമസിയാതെ പുറത്തു വന്നു വിതുര കേസ്. പാവപ്പെട്ട ഒരു പെൺകുട്ടി തൊഴിൽ വ്യാമോഹത്തിൽ കുടുങ്ങിപ്പോയി. അവൾ പെൺവാണിഭ സംഘത്തിൽ എത്തപ്പെട്ടത് അജിത ബീഗം എന്ന ഒരു ഏജന്റ് വഴിയായിരുന്നു. കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തവരിൽ ബിസിനസ്സുകാർ, മുൻ മുഖ്യമന്ത്രിയുടെ മകൻ, സിനിമാ നടൻ എന്നിവർ ഉൾപ്പെടുന്നതായി സൂചനകളും റിപ്പോർട്ടുകളും പുറത്തു വന്നു. ആട്, തേക്ക്, മാഞ്ചിയം കൃഷിയിൽ നിന്ന് മൂന്നാർ, മുതുമല പോലുള്ള സുഖവാസ കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റ് റിസോർട്ട് സഞ്ചയത്തിലേക്ക് ചുവടുമാറിയ ഒരു പ്രമുഖൻ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ സുപ്രീം കോടതി വരെ പോയി. കേസിൽ ഉൾപ്പെട്ട് കേട്ടത് മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരു ഹാസ്യതാരത്തിന്റെ പേരായിരുന്നു എന്ന ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ് ഗീത ടീച്ചർ ഈ അധ്യായം തുടങ്ങുന്നത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പേജിൽ പെൺകുട്ടിയുമായുള്ള അഭിമുഖം. സംഭവം നടന്ന് 10 കൊല്ലമായിട്ടും വിചാരണ കാത്തു കിടക്കുന്ന വിതുര കേസിലെ ഇരയും സാക്ഷിയുമായ, ഇത് 2011 പുസ്തകം പുറത്തിറങ്ങുന്നത്. ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് 2011. അപ്പോൾ പറയുന്നത്, സംഭവം നടന്ന് 10 കൊല്ലമായിട്ടും വിചാരണ കാത്തു കിടക്കുന്ന വിതുര കേസിലെ ഇരയും സാക്ഷിയുമായ പെൺകുട്ടിക്ക് നമ്മോട് ചിലത് പറയാനുണ്ട്. ഉറങ്ങുമ്പോൾ പോലും ഇവൾക്കിപ്പോഴും പേടിയാണ്. സൂര്യനെല്ലിയിലെ കുട്ടിയെപ്പോലെ തന്നെ ഇവളും സദാ പേടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും എല്ലാം ഇവൾ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് 65 പേജിലാണ് ആ സംഭവം ഈ പെൺകുട്ടി പറയുന്നത്. അത് നിങ്ങൾ കേൾക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊക്കെ ആ പ്രമുഖ ചലച്ചിത്ര നടിക്കൊപ്പമാണ്, വിതുരയിലെ പെൺകുട്ടിക്കൊപ്പമാണ്, സൂര്യനെല്ലിയിലെ ഒപ്പമാണ്, പൂവരണിയിലെയും കൊട്ടിയത്തെയും ഒക്കെ പെൺകുട്ടികൾക്കൊപ്പമാണ്, അവരുടെ കുടുംബത്തിന്റെ കൂടെയാണ്. എല്ലാ പീഡിപ്പിക്കപ്പെട്ട പീഡനത്തിനിരയായ പെൺകുട്ടികൾക്കും ഒപ്പമാണ് നമ്മൾ, ഒരു തർക്കവുമില്ല. പക്ഷേ കോടതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഒരാളെന്ന് പറയുമ്പോൾ വീണ്ടും അയാൾക്ക് നേരെ കൈ ചൂണ്ടി അയാൾ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് വീണ്ടും പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതികളിൽ പോകാം. നിങ്ങൾക്ക് ഹൈക്കോടതിയിലും അതും കഴിഞ്ഞ് സുപ്രീം കോടതിയിലും പോകാം. വിവിധ കോടതികളുണ്ട്. അതല്ലാതെ പൊതുമണ്ഡലത്തിലിരുന്ന് അയാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല വിധി കൽപ്പിക്കേണ്ടത് കോടതികളാണ്. ആ കോടതികളെ നോക്കുകുത്തികളാക്കി കോടതിയിലെ ജഡ്ജിമാർ പറയുന്ന മുഴുവൻ അസംബന്ധമാണ്, തോന്നിവാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചാനൽ മുറികളിലാണ് വിചാരണ നടക്കുന്നത്. ചാനൽ മുറികളിലെ ഹാഷ്മിയും മാധുവും നികേഷ് കുമാറും അരുണും സ്മൃതി പരുത്തിക്കാടും ഒക്കെയാണ്, അഭിലാഷ് മോഹനൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ജഡ്ജിമാർ എന്നൊക്കെ പറയുന്നത്. അത് തെണ്ടിത്തരാണ്, ചെറ്റത്തരാണ് കേട്ടോ. ഈ 2 വാക്കുകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കി വരണ്ട, അത് കയ്യിൽ വെച്ചാൽ മതി. അപ്പൊ ഏതായാലും ഈ പുസ്തകത്തിൽ പറയുന്നു, ഈ പെൺകുട്ടിയോട് ഗീത ടീച്ചർ ചോദിക്കുകയാണ് കേട്ടോ, മോളെ ഉപദ്രവിച്ചവരിൽ ആരെയെങ്കിലും പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പോൾ പെൺകുട്ടിയുടെ മറുപടിയാണ്, ഉണ്ട്, ജഗദീഷ് ശ്രീകുമാറിനെ. കാരണം പെൺകുട്ടി ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാകാം. കാരണം അന്നൊക്കെ വീടുകളിൽ ടിവിയും അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊക്കെ ടിവിയും ഒക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ട്, ജഗദീഷ് ശ്രീകുമാറിനെ. അയ്യോ, അയാളെ മറക്കാനോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇതിനു മുമ്പും ടിവിയിലും, അതായത് അടുത്ത വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, അതായത് സ്വന്തം വീട്ടിലെ ടി വി അല്ല, അടുത്ത വീട്ടിൽ ടിവിയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അയാളെ മാത്രം പരേഡിന് നിർത്തിയില്ല. എങ്ങനെ കണ്ടാലും ഞാൻ അറിയുമല്ലോ. ഇയാൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സെൻകുമാർ സാർ, നടേശൻ സാർ, ലക്ഷ്മിക്കുട്ടി സാർ, സുബ്ബലക്ഷ്മി മാഡം ഒക്കെ ഇരിക്കുമ്പോ നേർക്കുനേരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു, അറിയാമോ എന്ന്. എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. എനിക്കന്ന് ഇയാളെ കണ്ടപ്പം ഭ്രാന്തായി പോയി. ഒക്കെ ഞാൻ പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു. ഇയാൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ട് വരുവായിരുന്നു. കുറെ നേരം എന്നെ ഒരു മുറിയിൽ ഇട്ടിട്ടാണ് ഇയാളുടെ മുറിയിലോട്ട് ഇട്ടുകൊടുത്തത്. ഇയാൾ എന്റെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന്. അന്ന് അയാൾ ചോദിച്ച ആ വാക്ക് അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. അയാൾ എന്നോട് ചോദിക്കുന്നത്, എന്നും ഒരേ പാത്രത്തിൽ നുണ്ണാൻ പറ്റുമോ കൊച്ചേന്നാണ്. ബിയറും കാന്താരി അച്ചാറും വെളുത്തുള്ളി അച്ചാറും ഒക്കെ അയാൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിയപ്പോൾ അതൊക്കെ തട്ടി തൂവിപ്പോയി. അതൊക്കെ പൊട്ടി ഭയങ്കര പേടിയായിരുന്നു.
ഇവൻ കട്ടിലിന്റെ 4 സൈഡിലും ഇട്ട് ഓടിച്ചു. ഇവർ തന്ന ഗുളിക എനിക്ക് അത്രയ്ക്കുള്ള ശക്തിയെ ഉണ്ടാവുകയായിരുന്നുള്ളൂ. കൂടിയ ഒരു അരമണിക്കൂർ പിടിച്ചു നിൽക്കും. അതും വല്ലാത്തൊരു ദിവസമായിരുന്നു. പോലീസുകാർ ചോദിച്ചപ്പോൾ എന്നെ വേദനിപ്പിച്ചതും കട്ടിലിന്റെ ഇടയിലിട്ട് ഓടിച്ചതും എന്റെ ഉടുപ്പ് വലിച്ചു കീറിയതും എല്ലാം ഞാൻ പറഞ്ഞുപോയി. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഈ കേസിൽ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുകയാണ്. കുറ്റവാളിയല്ല എന്ന് കോടതി പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ദിലീപിന്റെ പിന്നാലെ പോകുന്നത്? ദിലീപ് തന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് റൈറ്റ്? നിങ്ങൾക്ക് എന്താണ് അവകാശം? ഇതിന്റെ ഇടയിൽ ഏറ്റവും രസകരമായ ഒരു കമന്റ് ഞാൻ കേട്ടെ. അതായത് ജഗദീഷ് ശ്രീകുമാറിനെ ശിക്ഷിച്ചിട്ടില്ല എങ്കിലും ദൈവം ശിക്ഷിച്ചു, ഇപ്പൊ ജഗദീഷ് ശ്രീകുമാറിന്റെ അവസ്ഥ അറിയാലോ എന്ന് 1-2 പേർ ഇതിൽ കമന്റ് എഴുതിയിട്ടോ. ഒരുപാട് പേര് അതിനോട് ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അതായത് ജഗദീഷ് ശ്രീകുമാറിന് കോടതി ശിക്ഷ വിധിച്ചില്ലെങ്കിലും ജഗദീഷ് ശ്രീകുമാർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ദൈവം ശിക്ഷ കൊടുത്തു. ഇപ്പൊ അറിയാലോ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു അവസ്ഥ. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളതേ, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്ത് കാര്യം? ജഗദീഷ് ശ്രീകുമാറിന് ഈ രീതിയിലുള്ള ഒരു പരിക്ക് പറ്റിയത് ഒരു വാഹന അപകടത്തിലായിരുന്നു അല്ലെ? ഈ വാഹന അപകടത്തിൽ എത്ര സിനിമാ താരങ്ങൾക്ക് തന്നെ അറിയാലോ. റാണി ചന്ദ്ര, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയായിരുന്നു റാണി ചന്ദ്ര. ഒരു വിമാനാപകടത്തിലാണ് റാണി ചന്ദ്ര കൊല്ലപ്പെടുന്നത് അല്ലെ? സൗന്ദര്യ കൊല്ലപ്പെടുന്നത് ഒരു വിമാനം കത്തിയിട്ടാണ്. സൗന്ദര്യ എന്ന് പറയുന്ന മലയാളികളുടെ ഇഷ്ടതാരമായ സൗന്ദര്യ, മറ്റൊരു അന്യഭാഷ നടിയായിരുന്നു സൗന്ദര്യ മരിക്കുന്നത്. ജയൻ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അല്ലെ, ഷൂട്ടിങ്ങിനിടയിൽ ജയൻ കൊല്ലപ്പെടുന്നു. മോനിഷ മലയാളികളുടെ മറ്റൊരു ഏറ്റവും യുവനടിയായ മോനിഷ മരണപ്പെടുന്നത് ഈ ഒരു കാർ അപകടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് ഈ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ശ്രീകുമാർ കൊല്ലപ്പെട്ടത് ദൈവത്തിന്റെ ഒരു ശിക്ഷയാണെന്നൊക്കെ പറയുന്നതിൽ അതിലെന്ത് ലോജിക്കാണുള്ളത്? നിങ്ങൾക്ക് സമാധാനിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. അപ്പൊ ഏതായാലും അന്യായങ്ങൾ എന്ന പുസ്തകം എഴുതിയ ഗീത ടീച്ചറെ, ടീച്ചർ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ സൂര്യനെല്ലി, വിതുര, പൂവരണി, കൊട്ടിയം, കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസ് ഞാൻ ഓർത്തു പോകുന്നത് റജീനയെ കേട്ടോ. അതൊരുപാട് പറയാനുണ്ട്, പിന്നെ പറയാം. അപ്പോ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ദിലീപാണ് കുറ്റം ചെയ്തത് എന്ന് നിങ്ങളൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ കേസ് റീഓപ്പൺ ചെയ്യുക, അതിന് ഹൈക്കോടതിയെ സമീപിക്കുക. ഹൈക്കോടതിയിൽ നിങ്ങൾ തെളിവുകൾ അത്രയും ഹാജരാക്കുക. നിങ്ങൾ പറയുന്നത് ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി ദിലീപിന് അനുകൂലമായി വിധി എഴുതിയെന്നാണല്ലോ. എല്ലാ കോടതികളിലും ഹണിയം വർഗീസ് ഉണ്ടാവില്ലല്ലോ. ഹൈക്കോടതിയിൽ പോകുക, ഹൈക്കോടതി ദിലീപിന് തൂക്കുകയർ വിധിക്കുകയാണെങ്കിൽ ശരി, വിധിക്കട്ടെ. അതിന് അങ്ങേപ്പുറം മറ്റൊരു കോടതി കൂടിയുണ്ട്, സുപ്രീം കോടതിയുമുണ്ട്. അങ്ങനെ എല്ലാ കോടതികളും ദിലീപ് കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്കും പറയാം ദിലീപ് കുറ്റവാളിയാണ്. കാരണം നമ്മൾ നീതിപീഠത്തെ ആദരിക്കുന്നു, നീതിപീഠത്തെ ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനൽ മുറികളിലെ കള്ളക്കഥകളെ, കള്ളത്തിരുമാലികളുടെ ഇമാതിരിയുള്ള ഈ വ്യാജ കഥകളെ വിശ്വസിച്ചുകൊണ്ട് ഒരു നിരപരാധിയെ മനുഷ്യന് നേരെ കൈവിരൽ ചൂണ്ടരുത് കേട്ടോ. കൈവിരൽ ചൂണ്ടരുത്. അത്രേ പറയാനുള്ളൂ. അത്രമാത്രം.